ഓൾ. അപ്പം നിങ്ങൾ വീക്കിലി അനലൈസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞിരിക്കും, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പലരും പേഴ്സണലായിട്ട് പലരും നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെയൊക്കെ പറയുന്നത്, സാർ ചേട്ടാ ഫോറക്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ലെവൽസ് പറയുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ക്രൂഡിൻ്റെ ആണെങ്കിലും പ്രത്യേകിച്ച് ഗോൾഡിൻ്റെയൊക്കെ ലെവലുകൾ ധാരാളം ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, അവരോടൊക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞത്. എങ്കിലും പലരുടെയും നിരന്തരമായ ആവശ്യപ്രകാരം നമ്മൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ കാരണം എനിക്ക് എല്ലാം കൂടി ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാൻ താല്പര്യമില്ല. അത് വേറെ ഇത് വേറെ. കാരണം ഞാൻ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നില്ല, കമ്മോഡിറ്റിയിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എനിക്കിതുമായിട്ട് ട്രേഡ് റിലേഷൻ ഇല്ല, കാരണം എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നമ്മൾ ലെവൽസ് ഈ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ കമ്മോഡിറ്റി റൂട്ട് മാപ്പ് എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഞാൻ ഇതിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പലർക്കും ഇതിൻ്റെ ലെവലുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളിതിനകത്തിൽ 4 സ്ക്രിപ്റ്റ് മാത്രമേ നമ്മൾ ലെവൽസ് പറയുന്നുള്ളൂ. 1 ഗോൾഡാണ്, 2 ബിറ്റ്കോയിനാണ്, 3 ക്രൂഡ് ഓയിലാണ്, 4 നാച്ചുറൽ ഗ്യാസാണ്. ഈ 4 എണ്ണത്തിൻ്റെ ലെവൽസുകളായിരിക്കും നമ്മളിത് കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഇല്ല, എല്ലാ ദിവസവും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സംഭവവാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ലെവൽസ് അപ്ഡേറ്റ് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നമ്മൾ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നെ കിട്ടാനുള്ളത് ഒരാഴ്ചത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവൽസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഞാനത് കണ്ടുവന്നേക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഒരാഴ്ച ഒരിക്കൽ മാത്രമേ വീഡിയോ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും നിങ്ങളുടെ കമ്മോഡിറ്റി ഗ്രൂപ്പിലും ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്യുക. അപ്പം അത് ജസ്റ്റ് നമ്മുടെ വീക്കിൽ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് നിങ്ങളോട് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഫസ്റ്റ് ഞാൻ പിൻ ചെയ്തേക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും എന്നെ കാണുന്ന നമ്മുടെ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ദയവ് ചെയ്ത് നിങ്ങളോട് ഓർപ്പിക്കുന്നു. താങ്ക് യു ഓൾ. ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വലിയൊരു റാലി കണ്ടു. അതിനുശേഷം നമ്മളൊരു കൺസോൾട്ടേഷൻ മോഡിലായിട്ടാണ് നിഫ്റ്റി പോയത് അല്ലേ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 26-ാം തീയതി ഒരു വലിയ റാലി ഇവിടുന്ന് നമ്മുടെ ട്രെൻഡ് ലൈൻ ആ റേഞ്ചിൽ നിന്ന് ഏകദേശം 25,800 മുതൽ 26,300 വരെ പോയി അല്ലേ. ഏകദേശം 300, 200, ഒരു 500, 400, 450 പോയിൻ്റ് ഓളം നിഫ്റ്റി എന്ത് ചെയ്തു, ട്രാവൽ ചെയ്തു അല്ലേ. 26, 27, 28, 29 3 ദിവസം കൊണ്ട് ഏകദേശം നിഫ്റ്റി 450 പോയിൻ്റ് റാലി ചെയ്തു. അവസാനം ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് മാർക്കറ്റ് പോയി അല്ലേ. അപ്പം ഇനി നമ്മൾ പരിശോധിക്കാനുള്ളത്, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇനി അതിന് കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. മാർക്കറ്റ് എന്താണ്, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു താഴോട്ടൊന്ന് വരുമെന്ന് പറഞ്ഞു. താഴോട്ട് വന്നു, നേരെ മുകളിൽ പോയി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. പിന്നെ പതുക്കെ അരിഞ്ഞ് താഴോട്ട് വരും. അപ്പം എന്താ പറയുക, ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയവർക്ക് ഇവിടെ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് പല പ്രാവശ്യം കയറി ഇറങ്ങുകയും ചെയ്യുന്നവർക്ക് ന്യായമായിട്ടുള്ള രീതി. അല്ലെങ്കിൽ മന്ത്ലി എക്സ്പയറി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഓൾ ടൈം ATHനകത്ത് നിന്ന് ഇതിപ്പോൾ നമ്മൾ മന്ത്ലി എക്സ്പയറിയിൽ നെക്സ്റ്റ് മന്ത്ലി എക്സ്പയറി 2 എക്സ്പയറി മാറി ഒക്കെ ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് എടുത്ത് ഹോൾഡ് കഴിഞ്ഞാൽ അവർക്ക് ഇവിടം വരെ ഏകദേശം 778 നിന്ന് ഒരു 100 പോയിൻറ്റ് 80-90 പോയിൻറ്റിൻ്റെ ഒരു റാലി ഇവിടം വരെ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ 2 എക്സ്പയറി കഴിഞ്ഞ് ട്രേഡ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നുമില്ല. ഒരു താഴോട്ട് ഇത് സ്റ്റോപ്പ് ലോസ് ഇട്ട് അനങ്ങാതെ വിട്ടെന്ന് വെച്ചാൽ മതി. പതുക്കെ മാർക്കറ്റ് താഴോട്ട് പോരും. DKയുടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അവർക്ക് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അല്ല കറണ്ട് എക്സ്പയറി ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ വരുന്തോറും, കാരണം ഇവിടുന്ന് 11 മണി മുതൽ 3:30 വരെ ട്രാവൽ ചെയ്ത് 11:30 കഴിഞ്ഞ് 11, 12, 1, 2, 3 ഏകദേശം 4 മണിക്കൂർ കൊണ്ടാണ് മാർക്കറ്റ് ഇവിടം വരെ എത്തിയത്.
മനസ്സിലായോ? ഈ 4 മണിക്കൂർ കൊണ്ട് എന്തുമാത്രം ഡി കെ, കാരണം വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പയറി 2 ദിവസം മുന്നെയാണ് ഡി കെ ഉണ്ടാകുന്ന ദിവസം, ഡി കെ ന്യായമായിട്ടുള്ള ദിവസമാണ്. അപ്പം എന്തായാലും കറണ്ട് എക്സ്പയറി ട്രേഡ് ചെയ്യുന്നവർക്ക് ഡി കെ ഉണ്ടാകും. ഈ 4 മണിക്കൂർ കൊണ്ട് എന്തായാലും ഇവിടുന്ന് ഇവിടം വരെ ഒരു 20 പോയിൻറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 10 പോയിൻറ്റ് നിങ്ങൾക്ക് ഉരുകി തീരും. കാരണം പല പ്രാവശ്യം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രീമിയം ഉരുകി തീരത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്യും, നെക്സ്റ്റ് എക്സ്പയറി മാറി ട്രേഡ് ചെയ്യാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്, ഈ ഡി കെക്ക് അകത്തുനിന്ന് രക്ഷപ്പെടുന്നുള്ളൂ. അതിനെപ്പറ്റി നമ്മളൊരു പ്രത്യേക ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ, ഇനി നെക്സ്റ്റ് ക്ലാസ് വെക്കുമ്പോൾ അതിനകത്തിൽ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. കുറച്ചുകൂടി നമുക്ക് എങ്ങനെ ഫേവറായിട്ട് ട്രേഡ് ചെയ്ത് ഡി കെ ഒഴിവാക്കി ട്രേഡ് ചെയ്യാന്നതിനെ പറ്റി ഒരു പ്രത്യേക ഒരു നമ്മൾ ഈ അടുത്ത നെക്സ്റ്റ് വെക്കുന്ന ക്ലാസ്സിനകത്ത് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അത്രയും കാര്യങ്ങൾ പോട്ടെ. അപ്പോൾ നമുക്കിനി ഇപ്പോൾ നെക്സ്റ്റ് വീക്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. നെക്സ്റ്റ് വീക്കിൽ ഇനി എന്താണ്, നമുക്ക് ഓൾ ടൈം ഹൈ അടിച്ച് ATH അടിച്ച് പുതിയൊരു ATH ക്രിയേറ്റ് ചെയ്ത് അല്ലേ, ഏകദേശം 310 റേഞ്ചിലാണെന്ന് തോന്നുന്നു. 26,310 പുതിയൊരു ATH എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ഫോൾ വന്നു, പിന്നെ പഴയ ATH അടിച്ച് നേരെ തിരിച്ച് താഴോട്ട് വന്നു. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം മുഴുവൻ അഴിച്ചു പുറക്കണം. ഈ പറയുന്ന മുഴുവൻ ലൈൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇനി പുതിയ ലൈൻ വരയ്ക്കുക. കാരണം കുറേ ആയി വരകൾ, അപ്പോൾ ഈ വരകളെല്ലാം നമുക്ക് കളയാം. വരകളൊന്നും നമുക്കിനിയും വേണ്ട, പുതിയ വരകൾ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ലൈവായിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്, അല്ലാതെ നമുക്ക് പാത്തിരുന്ന് വരയ്ക്കേണ്ടത് നേരത്തെ വരച്ച് വെച്ച് കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ കൂടെ പഠിക്കണം. കാരണം നിങ്ങളും ഇത് കണ്ട് മനസ്സിലാക്കണമല്ലോ. എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, എന്നും നിങ്ങൾ എന്നെ ആശ്രയിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങളിത് പഠിക്കുക, അത്രമാത്രം എനിക്ക് പറയാം. പണ്ടത്തെ ഗുരുകുല സമ്പ്രദായം പോലെ ഗുരുമുഖത്തു നിന്ന് എന്ത് കിട്ടുന്നോ അത് കളഞ്ഞു പോകാതെ നഷ്ടപ്പെടുത്താതെ ഓരോന്നും നിങ്ങൾ സംഭരിച്ച് വെക്കുക നിങ്ങളുടെ മനസ്സിൽ, അല്ലെ കരുതി വെക്കുക. നാളത്തേക്ക് വേണ്ടി അതെങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഓരോ ദിവസത്തെ വീഡിയോക്കകത്തിലും ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോരോ കാരണങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലരും, എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നിങ്ങളിൽ പലരും ഈ വീഡിയോ ആദ്യത്തെ ലെവലിന് വേണ്ടി മാത്രം കാണുന്ന കുറേ ആൾക്കാരുണ്ട്. മനസ്സിലായോ? ലെവലിന് വേണ്ടി മാത്രം കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ലെവൽ കിട്ടി അതും മേടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതല്ലാതെ വീഡിയോ മുഴുവനായി കാണുകയോ അതിനകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ സംഭവവികാസങ്ങളാണ് ഉണ്ടാകുന്നതെന്നൊന്നും അതൊന്നും ആർക്കും എന്താ പറയുന്നത് മനസ്സിലാക്കാനോ അത് കേൾക്കാനോ ക്ഷമ ഇല്ല ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്നറിയോ? ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് നിങ്ങളിങ്ങനെ വീഡിയോ മുഴുവൻ കേൾക്കാതെ അല്ലെങ്കിൽ മുഴുവൻ ശ്രദ്ധിക്കാതെ നിങ്ങൾ ചെയ്യുമ്പം സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ ആയുധം പ്രയോഗിക്കാൻ മറന്നുപോകും. പണ്ട് കർണന് കിട്ടിയ ശാപം ഉണ്ടോ? അർജുനനേക്കാൾ മികച്ചുറ്റ പിന്നെ ഒരു യോദ്ധാവായിരുന്നു കർണൻ. പക്ഷെ കർണന് പറ്റിയ അബദ്ധം എന്താണ്, കർണന് പറ്റിയ മിസ്റ്റേക്ക് എന്താണ് നിങ്ങൾക്കറിയാം എന്താണെന്ന്? അതായത് ആയുധം എപ്പോഴാണോ പ്രയോഗിക്കേണ്ടത്, ഏത് സമയത്താണോ ആയുധം പ്രയോഗിക്കേണ്ടത്, ഏത് ആയുധമാണ് പ്രയോഗിക്കേണ്ടത്, ആ സമയം വരുമ്പം കർണൻ ഈ സംഭവം മറന്നുപോകും. അതൊരു ശാപമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഏത് സമയത്ത് ഏത് ആയുധം ഉപയോഗിക്കണമെന്ന് കർണൻ മറന്നുപോകും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ നിങ്ങൾക്ക് പിന്നെ ഒരായുധം പ്രയോഗിക്കണം, ഈ ഇന്ന സമയത്ത് അല്ല ഇന്ന സാഹചര്യത്തിൽ ഒരായുധം പ്രയോഗിക്കണം, അല്ല ഈ സ്ട്രാറ്റജി ഉപയോഗിക്കണം, അല്ല ഞാൻ ഇങ്ങനെ ഇവിടെ ആക്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളത് റീവൈൻഡ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് മാർക്കറ്റ് ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അത് എന്ത് ആക്ഷനാണ് അവിടെ എടുക്കേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓടി എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായും ശക്തമായും കേൾക്കണം, അതനുസരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ കേൾക്കാതെ എവിടെങ്കിലും അറ്റയും വാലവും മൂലയും കേൾക്കുക കാണുകയോ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിന്ന്, ഞാൻ പിന്നെ ഉപദേശത്തിലോട്ടാണ് വരുന്നത്, പക്ഷേ പറഞ്ഞൊരു കാര്യമില്ല, ഞാനിങ്ങനെ ആയിപ്പോയി. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിലനിന്ന് പോകണം, നിങ്ങൾക്ക് വന്ന നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ തിരിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, പഠിക്കുകയല്ലാതെ വേറെ ഒരു ഓപ്ഷനും നിങ്ങളുടെ മുന്നിലില്ല. നിങ്ങൾക്ക് ഇനി കോടികൾ നിങ്ങൾ കൊടുത്ത എന്ത് സ്ട്രാറ്റജി പഠിച്ചാലും, എന്ത് ഓപ്ഷൻ സ്ട്രാറ്റജി പഠിച്ചാലും നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ നൂലെ കെട്ടി നിങ്ങളുടെ വായിക്കകത്തിലോട്ട് ഇറക്കിക്കൊണ്ട് തന്നാലും നിങ്ങൾക്കത് ചൊവ്വ നേരെ പ്രയോഗിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് പറ്റുകയല്ല. അതിൻ്റെ കാരണം വെച്ചാൽ ലാക്ക് ഓഫ് സ്റ്റഡിയാണ്.
അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, കിട്ടുന്ന സമയങ്ങൾ മുഴുവൻ റീലുകളും ഷോർട്സുകളും ഒന്നും കാണാതെ നിങ്ങൾ കണ്ടോ, ആവശ്യത്തിനൊക്കെ കണ്ടോ, ആ സമയം കൂടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. കഴിവതും പഴയ വീഡിയോകൾ കണ്ട് അതായത് അത് ആ കാണുന്നതുകൊണ്ട് ഈ കണ്ടവർക്ക് അവർ പറയും ഞാൻ ഈ കാണുന്നതുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ ഉപദേശിക്കാൻ വിചാരിക്കേണ്ട, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പഴയ കാര്യങ്ങൾ, പഴയ വീഡിയോകൾ, അല്ലെങ്കിൽ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, പ്രൈസ് ആക്ഷൻ സീരീസും സ്പെഷ്യൽ വീഡിയോസും, ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാവുന്നു, റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ ട്രേഡ് എടുക്കാവുന്നു, എങ്ങനെയാണ് ഓരോരോ പിന്നെ ഫോർമേഷൻസ് വരുന്നത്, മർബോസും ആയാലും ഫ്ലാഗ് ആയാലും പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ, ഹെഡ് ആൻഡ് ഷോൾഡർ ആയാലും പല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞു. എനിക്കറിയാം ഇപ്പോൾ തന്നെ കുറേ പേര് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. നോ പ്രോബ്ലം, വിട്ടേരെ. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? നമുക്കിനിയിപ്പം പുതിയ വരകൾ വരയ്ക്കണം അല്ലേ? പുതിയ വരകൾ വരയ്ക്കുന്നതിന് മുന്നേ നിലവിൽ മാർക്കറ്റിൽ ഓക്കെ ആദ്യം വര വരയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ന്യൂസിനകത്തിലോട്ട് വരാം. നമുക്കിതിനെ ഡേ ക്യാൻഡിലോട്ട് മാറ്റാം. ഓക്കെ, ഡേ ക്യാൻഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊരു വര വരച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ? ഡേ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ശൂലം കുത്തി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ശൂലം നമുക്കിപ്പോഴും വേണം. ആ ശൂലത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം ആ ശൂലം എവിടെയായിരുന്നു നമ്മൾ ആ ശൂലം വരച്ചത്. നമ്മൾ ആ ശൂലം വരച്ചത് എവിടെയാണ്? ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. പുതിയൊരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം എങ്ങനെയുണ്ട്. ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊള്ളാം. ഇതാണ് ഒരു പുതിയ ട്രെൻഡ് ലൈൻ ഇപ്പം നമുക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പം ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിവിടെ മുതലേ തുടങ്ങുന്ന സാധനമായത്. കുറച്ചുകൂടെ ഒപ്പിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ്. ഓക്കെ, ഇതാണ് ഇനി നമുക്കൊരു പുതുതായിട്ടൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കോപ്പി ചെയ്തൊന്ന് വരച്ച് നോക്കാം. എന്തെങ്കിലും ഈ ഒരു സാധനം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ എന്നുള്ളത് നമുക്കത് നോക്കിയേക്കാം. നിങ്ങൾ ശാന്തമായിട്ട് കേൾക്കുക, താല്പര്യമുള്ളവർ കാണുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ, ഈ രണ്ട് സാധനം നോക്കി, ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഒന്നും ചെയ്തില്ല. ഈ ഒരൊറ്റ ലൈൻ വരച്ചു, അത് കോപ്പി ചെയ്ത് താഴോട്ടൊന്ന് ഒപ്പിച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒക്കെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കിട്ടി ഇല്ലേ? ഇതാണ് നമുക്കിനിയുള്ള ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇതാണ് നമുക്കുള്ള ട്രെൻഡ് ലൈൻ. ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? കൃത്യമായിട്ട് ഒരു റെസിസ്റ്റൻസിൽ തട്ടി നിൽക്കുകയാണ് മാർക്കറ്റ് അല്ലേ? ഇവിടുന്ന് നേരെ തിരിച്ച് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതിനകത്ത് ഈ ഒരു പാരൽ ലൈനകത്ത് കൂടി ഇങ്ങനെ മാർക്കറ്റ് ഓസിലേറ്റ് ചെയ്ത് പല പ്രാവശ്യം വന്ന് സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്ത് ഇങ്ങനെ പോയി ഇങ്ങനെ കളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇതിനെ ഒന്നുകൂടെ ഒരു കോപ്പിയും കൂടെ ഇത് എൻ്റെ സ്റ്റൈലാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് എൻ്റെ സ്റ്റൈലാണ്. നിങ്ങൾക്ക് ഏത് വേർഷൻ വേണം, 6 വേർഷൻ വേണമെങ്കിലും പഠിക്കാം, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഒന്നുകൂടെ ഈ സാധനത്തെ കോപ്പി ചെയ്ത് ഇങ്ങോട്ടൊന്ന് വെക്കുക. ഇതാ ഇങ്ങനെ നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വെക്കുമ്പോൾ എന്താ ഗുണം? ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണം. ഇത് റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ ഈ ലൈനൂടെ കിടന്നത് ഇത് നമ്മുടെ ഫ്യൂച്ചർ ലൈനാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ, മാർക്കറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും വിചാരിക്കുന്നു ഞാൻ. മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടം വരെ പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ പ്രകാരം. കാരണം താഴെ നമ്മൾ നോക്കുവാണെങ്കിൽ പലയിടത്തും ഈ ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇതിന് ഇടയ്ക്കൂടെ വരച്ചെന്ന് വിചാരിക്കുന്നത് ഇല്ലേ? പക്ഷേ പല പ്രാവശ്യം ഡേ ക്യാൻഡിലൂടെ ഈ ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? നിങ്ങളിവിടെയൊക്കെ നോക്കുമ്പോൾ വലുതായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഈ നിലവിൽ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈന് തട്ടിയാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഒന്നുകിൽ ഇവിടുന്ന് നേരെ തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇവിടുന്ന് നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടും. ബ്രേക്കൗട്ട് കിട്ടിയാൽ ഇത് ഇവിടം വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെന്ന് പറയുന്നത് ഏകദേശം 27,000-ത്തിനൊക്കെ അടുത്താണ് ആ സംഭവം. അങ്ങോട്ട് പോയാൽ, കാരണം അത് ആവർത്തിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതിവിടെ നോക്കിക്കേ, ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് വീണ്ടും ഇവിടെ ഒരു ആവർത്തനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു സ്റ്റഡിക്ക് വേണ്ടി എൻ്റെ വേർഷനാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ സംഭവിക്കണമെന്നൊന്നും ഞാൻ പറയുകയില്ല. ഒക്കെ സംഭവിച്ചാൽ, കാരണം പ്രീവിയസ് ഹിസ്റ്ററി ചാർട്ടിനകത്തിൽ ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, അത് തന്നെ നമ്മൾ
വീണ്ടും എന്ത് ചെയ്തു, വരയ്ക്കുന്നു. ഓക്കെ, അപ്പം ഇത് ശകലൂടെ കുറയ്ക്കണം, വേണ്ട അതങ്ങനെ തന്നെ നോട്ടെ, ഒന്നും മാറ്റിട്ട കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടി ഇല്ലേ, നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടി. ഇനി നമുക്ക് വരയ്ക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഒരു റെസിസ്റ്റൻസ് വരും. ഇപ്പം ഇപ്പോൾ ട്രെൻഡ് ലൈനിലല്ലേ നിൽക്കുന്നത്, നമുക്കിനി ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കണം. റെസിസ്റ്റൻസ് വരയ്ക്കാൻ നമുക്ക് ഓൾറെഡി ഒരു 278 അല്ലേ, നമുക്കൊരു ഓൾ ടൈം ഹൈ ഉണ്ട് 278. നമുക്ക് അത് എന്തായാലും ഒന്ന് വരച്ചിട്ടേക്കാം. 278 എന്ന് പറയുന്നത് എവിടെയാണ്? അയ്യോ, വരയൊന്നും കാണുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്. ഓക്കെ, 278 നമുക്ക് ഈ ലൈനൊന്ന് 226, 278 ഇതല്ലേ നമ്മുടെ ലൈൻ. ഓക്കെ, നമുക്ക് ആ ലൈൻ അവിടെ വരച്ചിട്ടു, അതൊരു വലിയ ലൈനാക്കി കൊടുത്തേക്കാം. ആ 278 നമുക്ക് ഒരു വളരെ തിക്ക് ലൈനായിട്ട് കൊടുത്തേക്കാം. അതിനൊരു ഗ്രീൻ കളറും കൊടുത്തേക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ഞാൻ ഇതിനെയാണ് ഒരു മേജർ റെസിസ്റ്റൻസ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരു 311 വരെ പോയില്ലേ, ആ 311 ഞാൻ അത്ര അങ്ങോട്ട് കണക്കാക്കുന്നില്ല. ഓൾ ടൈം ഹൈ ഞാൻ എൻ്റെ ഒരു കൺസിഡറേഷനിൽ എനിക്ക് ഇത് തന്നെയാണ് ഒന്ന് നല്ല. അല്ലെങ്കിൽ പിന്നെ 27, 26, 300 ആക്കണം, വേണ്ട ഈ പോയിന്റ് തന്നെ നോട്ടെ, കാരണം ഇന്നലെ ഈ പോയിന്റ് റെസ്പെക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈനും നമ്മുടെ റെസിസ്റ്റൻസ് എല്ലാം കൂടെ സംയോജിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റ് ഫർദറായിട്ട് ഇവിടുന്ന് എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇനി ഇവിടുന്ന് ഒരു അപ്സൈഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻട്രാഡേയിൽ നമുക്ക് നോക്കാം. അത് അവിടെ നിൽക്കട്ടെ, ഇൻട്രാഡേ നമുക്ക് വരയ്ക്കാം മുകളിലോട്ട്. അപ്പോൾ തൽക്കാലം ഈ ട്രെൻഡ് ലൈനും ഈ ഹൈ 278 ലൈൻ നിൽക്കട്ടെ അവിടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനകത്തൊരു പ്രൈസ് ആക്ഷൻ ഒന്ന് നോക്കാം, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഹയർ ഹൈ ഫോർമേഷൻ പണ്ട് തൊട്ടേ നമ്മൾ വരയ്ക്കുന്ന സാധനമാണ് ഇല്ലേ. ഇവിടുന്ന് ഒരു ഹയർ ഹൈ ഫോർമേഷൻ വന്നു, പിന്നെ ഒരു ഹൈ ഉണ്ടായി, അടുത്തൊരു ഹൈ ഉണ്ടായി ഇല്ലേ. വീണ്ടും അടുത്ത ഹൈ ഉണ്ടാകാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു, ഫെയിലായി, തിരിച്ചു വന്നു, രണ്ടാമത് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തി. ഓക്കെ, ഈ അറ്റംപ്റ്റ് നടത്തി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് പോകണം, ഈ ലൈനിൽ ഇങ്ങോട്ട് പോകാം. നമുക്ക് വരച്ച് നോക്കാം, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പേന വെച്ച് വരച്ചതേ ഉള്ളൂ. ഇങ്ങനൊരു സാധനം ഇവിടെ കൂടി ഇങ്ങനെ ക്രിയേറ്റ് ആണ്. അങ്ങനെ ക്രിയേറ്റ് ആയാൽ ഇവിടെ ഒരു ഹൈ, വീണ്ടും ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇവിടുന്ന് പോകുന്നൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ തിരിച്ച് താഴോട്ട് വന്ന് ഇവിടെ നമ്മുടെ ഈ വരച്ച 278 എന്ന് പറയുന്ന ലൈനിൽ വന്ന് തിരിച്ചിങ്ങനെ കയറിപ്പോണം, ഒരു ഹയർ ഹൈ ഫോർമേഷൻ. വീണ്ടും അങ്ങനെ തന്നെ മേലോട്ട് പോകും. ഇല്ല, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വരച്ച ഇവിടെ ലൈനുകളൊക്കെ നമ്മൾ ഇടണം. നമുക്കന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മളൊരു ഹയർ ഹൈ ഫോർമേഷൻ നമ്മൾ നോക്കി, നമുക്ക് അവിടുത്തെ ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് ചുമ്മാ വരച്ച് നോക്കാം. എന്താ സംഭവിക്കുക നമുക്ക് നോക്കാമല്ലോ. എല്ലാം നമ്മൾ ലൈവിലല്ലേ വരയ്ക്കുന്നത്, പഠിക്കാൻ വേണ്ടി. ഇതെല്ലാം ഒരു പഠനമാണ്. ഓക്കെ, ഇങ്ങനെ പറ്റത്തില്ല. നമുക്കിനി നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ഒരു ലൈൻ ഇങ്ങനെ, അതിനൊരു ഒരു കളറൊന്ന് മാറ്റിയേക്കാം, അതിൻ്റെ റെഡ് കളർ. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനും ഇതിങ്ങനെ നിന്നോട്ടെ. അപ്പോൾ ഇനി അടുത്ത ഒരു അറ്റംപ്റ്റ് നിഫ്റ്റി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഹയർ ഹൈ ഈ ഒരു ഹൈ ആയി, ഇവിടെ ഒരു ഹൈ ആയി, അടുത്തൊരു പുതിയ ഹൈ. അപ്പോൾ ആ പുതിയ ഹൈ വരണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും നമുക്ക് ഡേ വൈസിൽ നിങ്ങളിത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 26,500, 26,500, 26,700 വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം ഈ ട്രെൻഡ് ലൈന് ഡേ വൈസിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു പക്ഷേ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിലത്തെ അവസ്ഥ വെച്ച് കാണുന്നത്. കാരണം നമ്മുടെ GDP എൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കഥ ഇപ്പോഴേ പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് കുറേ ന്യൂസുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് പോകാനുള്ള കുറേ ന്യൂസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ GDP ആണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏകദേശം 8.2
8.2 ആണ് നമുക്ക് GDP സെക്കൻഡ് ക്വാർട്ടറിൻ്റെ GDP വന്നത്. എല്ലാവരും 7.3 ആയിരുന്നു എസ്റ്റിമേഷൻ, 7.3 to 7.5 ആയിരുന്നു എസ്റ്റിമേഷൻ. പക്ഷേ 8.2 ആണ്. ഇത് പലരും പറയുന്നു മാനിപ്പുലേഷൻ എന്ന് പറയുന്നു, അല്ലെന്നൊക്കെ പറയുന്നു. അതൊന്നും നമുക്കറിയത്തില്ല, നമുക്ക് പബ്ലിക്കിലി ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇത് 8.2 എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്നത്, വിചാരിച്ചതിനേക്കാളും വളരെ മെച്ചമായിട്ടുള്ളൊരു GDP ഔട്ട്പുട്ടാണ് വന്നിരിക്കുന്നത് 8.2. അപ്പോൾ ഇത് മാർക്കറ്റിനെ മുകളിലോട്ട് ഫോഴ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഡിസംബർ 4-5 പുടിൻ ഇന്ത്യ വരുന്നുണ്ട്. ഓക്കെ, പുടിൻ ഇന്ത്യ വരുന്നുണ്ട്. പുടിൻ ഇന്ത്യയുടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പല കരാറുകളിലും ഒപ്പിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒപ്പിടുന്ന കരാറുകളെ ആശ്രയിച്ച് നമ്മുടെ മാർക്കറ്റ് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ രണ്ട് പോസിറ്റീവ്, ഒന്ന് GDP ആയി, രണ്ട് ഉക്രൈൻ്റെ അല്ല, റഷ്യയുടെ പുടിൻ്റെ വിസിറ്റ് നമ്മുടെ മാർക്കറ്റിന് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്ക് ഉത്തേജനം പകരുമോ ഇല്ലെന്നുള്ളത് പുള്ളിയുടെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഒരു പ്രശ്നം, അപ്പോൾ ഈ രണ്ട് പോസിറ്റീവ് ന്യൂസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഒരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറയാനുള്ള കാര്യം, മാർക്കറ്റിനെ വളരെ അലോസരപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നാൾ നമ്മൾ അമേരിക്കയായിട്ടല്ല ട്രേഡ് ഡീൽ പറഞ്ഞിരുന്നത് നവംബർ എൻഡിന് തീരുമാനമാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ പീയൂഷ് ഗോയൽ പറഞ്ഞു എന്താണ്, ഈ വർഷം അവസാനിക്കുന്നുണ്ട്, ഇയർ എൻഡിന് മുന്നേ, അതായത് ഡിസംബറിന് മുന്നേ സമവായമാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതിപ്പോഴും ഒരു അൺസർട്ടനിറ്റിനകത്ത് നിൽക്കുകയാണ്. അത് മാർക്കറ്റിന് അത്ര സുഖമല്ല. അപ്പോൾ എന്തെങ്കിലും രീതിയിലൊരു നെഗറ്റീവ് സംഭവം വന്നാൽ മാർക്കറ്റിന് പണി പാടും. ഓക്കെ, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പുടിൻ ഇന്ത്യ വരുമ്പോൾ പല കരാറുകളിൽ ഒപ്പിടും. ഈ കരാറുകളിലൊന്ന് ഏതിനകത്തിലെങ്കിലും താല്പര്യക്കേട് ട്രംപിന് തോന്നുവാണെന്നുണ്ടെങ്കിൽ പുള്ളി പണി തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പം വാശിക്ക് 50 വരെ ഓക്കെ ഞങ്ങളെ കണ്ടടക്കും 100 അടിച്ച് കൈ തരുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് കാണത്തില്ലായിരിക്കും. ഈ ദേഷ്യം ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് കാണത്തില്ലായിരിക്കും. എങ്കിലും മതി, ഈ 2 ദിവസം വേണ്ട, 2 മണിക്കൂർ മതിയല്ലോ നമ്മുടെ സംഭവം താഴെ പോകാൻ. ഇപ്പോൾ ഒറ്റയടിക്ക് പറയുക 100% ആടെ കിടക്കുന്നു, നീ അവരുമായിട്ട് പിന്നെയും കൂടുതൽ കൈയാണ്, അവരെ സഹായിക്കുന്നു എന്നൊക്കെ പറയുക. കാരണം എന്താണ്, വാറിന് അത് ഇതുവരെയായിട്ടും തീരുമാനമായിട്ടില്ല. റഷ്യ വാറിന് അത് ഇതുവരെയായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. കാരണം യൂറോപ്പ് ഉടക്കി നിൽക്കുകയാണ്. മനസ്സിലായി? യൂറോപ്പ് ഉടക്കി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന 28 ദിന കരാറിനകത്തിൽ പല കാര്യങ്ങൾക്കകത്തിൽ യൂറോപ്പിന് എതിരുണ്ട്. അപ്പോൾ ആ എതിരിനകത്തുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചർച്ചകൾ നടക്കുകയും ഈ പീസ് ടോക്ക് ഇങ്ങനെ നീണ്ടു പോവുകയും ചെയ്യുകയും റഷ്യ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് പല കരാറുകൾ ഒപ്പിടുകയും ചെയ്യുമ്പം ഇങ്ങനെ കലിപ്പ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിയല്ലേ? അങ്ങനെ കലിപ്പ് കൂടും പറയുകയാണ്, റഷ്യ പിന്നെ ഇവർ സഹായിക്കുന്നു, അവർക്ക് പിന്നെ ഫണ്ട് കൊടുക്കുന്നു, അല്ല അവർ എക്കണോമി വളരാൻ വേണ്ടി നമ്മൾ ഇന്ത്യ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് പറയുക, ആണ്ട് നടക്കുന്നത് 100% അടിച്ച് കൈ തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി പാടി. ഞാനത് പോസിബിലിറ്റിയാണ്, അങ്ങനെ സംഭവിക്കാനല്ല പറഞ്ഞത്. നമ്മൾ എല്ലാ വശം ചിന്തിക്കണം. നമ്മളൊരു മാർക്കറ്റിൻ്റെ എല്ലാ വശവും നമ്മൾ ചിന്തിക്കണം. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതിനെപ്പറ്റി നമ്മൾ വളരെ ബോധവാനായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അപ്പോൾ അങ്ങനെ അടിക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അടിക്കുന്ന സമയം കൊണ്ട് തന്നെ 1 ദിവസം 2 ദിവസം വേണ്ട, ഒറ്റ മണിക്കൂർ മതി, സാധനം എന്ത് ചെയ്യും, പൊട്ടി താഴോട്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ അവെയറായിട്ടിരിക്കുക. എന്ത് മാർക്കറ്റ് സംഭവിച്ചാലും അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും ഒരു ട്രേഡർക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി. അല്ലാതെ പാനിക് സിറ്റുവേഷൻ ഇട്ടിട്ട് ഓടുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഗുണകരമായ രീതിയിൽ അതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അതിന് ഹെഡ്ജോ അല്ലെങ്കിൽ ലോങ് ടേമിൽ നമ്മൾ വേറെ പല സ്ട്രാറ്റജികൾ ചെയ്ത് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ഉണ്ടായാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് ഒരു ട്രേഡറിൻ്റെ മിടുക്ക്. ഓക്കെ, അത് പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പം കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അൺസർട്ടനിറ്റിയുള്ള, അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച മാർക്കറ്റ് മുകളിലോട്ട് ഗ്യാപ്പപ്പിനുള്ള സാധ്യതയുണ്ട്. ആ ഗ്യാപ്പപ്പ് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അത് ഇൻട്രാഡേ വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു കാര്യം, നമ്മൾ നമുക്ക് പണ്ട് G7 ഒരു ഉച്ചകോടി ഇപ്പോൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ പണ്ട് G8 ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഇപ്പോൾ പിന്നെ അതിനകത്ത് നിന്ന് റഷ്യ പുറത്താക്കിയപ്പോഴാണ് G7. അപ്പോൾ ഈ G7 വീണ്ടും റഷ്യ വിളിച്ചിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം റഷ്യ അതിനോട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും പ്രതികരിച്ചിട്ടില്ല. അവർ വിളിക്കുവാണെങ്കിൽ നോക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ G8 റഷ്യയെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു മഞ്ഞുരുകലിനുള്ള ഒരു സാധ്യത വളരെ കുറവ്. അപ്പോൾ മൊത്തത്തിലൊരു അവിയൽ പരുവാണ് നിലവിൽ ഗ്ലോബൽ മാർക്കറ്റ്. അപ്പം പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെ മാർക്കറ്റ് എടുക്കും എന്നുള്ളതാണ് ചോദ്യം, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കും. അതുപോലെ തന്നെ വേറൊരു സംഭവം, റഷ്യ
റഷ്യയും സൗദി അറേബ്യയും തമ്മിൽ പിന്നെ ഒരു കരാർ ട്രേഡ് ഡീല് ഉള്ള സാധ്യത വളരെ കൂടുതൽ. അതുപോലെ തന്നെ വിസയ്ക്കകത്ത് ഇളവുകൾ റഷ്യയും സൗദിയും തമ്മിൽ വിസ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇനിയിപ്പം റഷ്യയിൽ നിന്ന് ആരെങ്കിലും സൗദിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഓൺ അറൈവൽ വിസ അവർക്ക് കൊടുക്കും. ഓൺ അറൈവൽ ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ട്രംപണ്ണൻ എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. എങ്കിലും MBS എന്ന് പറയുന്ന സൗദിയുടെ കിരീടാവകാശി ഭയങ്കര സ്ട്രോങ് ആണ്. പുള്ളി കാശ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ റഷ്യക്ക് കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി അടുത്ത ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മളിതെല്ലാം അപ്പം കൃത്യമായിട്ട് നമ്മൾ വാച്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെ ലോകത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അത് മാർക്കറ്റിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് നമ്മുടെ ട്രേഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യം. അപ്പം വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ പോട്ടെ, ഈ വിട്ടുകൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും. സമയത്ത് ഇപ്പോൾ തന്നെ 23 മിനിറ്റായി. അപ്പോൾ നമുക്കിനി ഇപ്പം ഇൻട്രാഡേയിലോട്ട് വരാം. അപ്പം നമുക്ക് താഴോട്ട് വരച്ചല്ലോ, താഴോട്ടൊരു മെയിൻ ബോട്ടം നമുക്ക് വരയ്ക്കണം അല്ലേ. താഴോട്ട് നമുക്കൊരു മെയിൻ ബോട്ടം വരയ്ക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ വൈസിൽ നമുക്ക് താഴോട്ടൊരു ഒരു ലൈൻ വരയ്ക്കാനുള്ളത് നമ്മൾ നേരത്തെ വരച്ചിട്ടേക്കുന്ന സംഭവം ഇത്. ഇത് ഒരു മെയിൻ സംഭവമായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഈ ഒരു ലൈൻ ഓക്കെ, ഇതൊരു നല്ല ഒരു സപ്പോർട്ടാണ് ഇതിന്. ഓക്കെ, 2 റെഡ് കളർ കൊടുക്കാം. ഓക്കെ, ഇതൊരു മേജർ സപ്പോർട്ടായിട്ട് ആക്കി 25,440, അത് 25,500 25,443 എന്ന് പറഞ്ഞൊരു പുതിയ ഒരു സപ്പോർട്ട് നമുക്കിവിടെ ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഈ ഒരു റേഞ്ച്. ഓക്കെ, പിന്നെ നമ്മൾ താഴോട്ട് മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറയാൻ അടുത്തത് ഇത് ഒരു മേജർ സപ്പോർട്ടാണ് 25,166. നമുക്കതൊന്ന് വരച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ പറയുന്ന സംഭവം ഇത് ഈ ഒരു മേജർ 166 എന്ന് പറയുന്നത് ഒരു റെഡ് കളർ കൊടുക്കാം. ഓക്കെ, ഇത് ഒരു മേജർ സപ്പോർട്ട്. കാരണം നോക്കിക്കേ, ഇവിടെയൊക്കെ പല പ്രാവശ്യം ഇവിടെയൊക്കെ റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതങ്ങനെ ആകുമ്പോൾ ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. 25,149 നമുക്കത് 140 ആക്കാം. ഓക്കെ, 25,100. അപ്പോൾ 25,443 ഉണ്ട്, 25,140 ഉണ്ട്. ഓക്കെ, ഡേ വൈസിലാണ്. പിന്നെ നമുക്ക് താഴോട്ട് വരയ്ക്കാനുള്ളത്, ഇനി വരയ്ക്കണോ ഒരു വരയോടെ വരച്ചേക്കാം. 24,450 എന്ന് പറഞ്ഞൊരു പുതിയ വരയുണ്ട് ഇവിടെ. ഓക്കെ, 24,450 എന്തുകൊണ്ടാണ് ഞാനിത് വരയ്ക്കുന്നത്? ഇത് ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ ഇതായിരിക്കണം കറക്റ്റ് വര. ഓക്കെ, ഇതായിരിക്കണം കറക്റ്റ് വര. ഓക്കെ, കാരണം എന്താണ്, ഈ ഏരിയ ഇതാ നോക്കിക്കേ, ഈ ഏരിയ ഉണ്ട്, ഇവിടെയൊക്കെ പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെയൊക്കെ വന്ന് തിരിച്ച് കയറി, ഇവിടെ വന്ന് തിരിച്ച് കയറി. അപ്പോൾ ഇത് നമ്മുടെ ഈ ട്രെൻഡ് ലൈനും കൂടാണ്. അപ്പോൾ 25,472 അത് വേണമെങ്കിൽ നമുക്കിത് കറക്റ്റ് ചെയ്യാം. 472 എന്ന് പറയുമ്പോൾ 470 ആക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതങ്ങനെ നിന്നോട്ടെ. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും മതി. നമുക്ക് 470 എന്നുള്ളത് ഒരു കട്ട സാധനം കൊടുത്തേക്കാം. ഓക്കെ, ഇത്രയും മതി. പിന്നെ നമുക്ക് താഴെ ഒരു തലവര ഉണ്ട്, 23,800 എന്ന് പറഞ്ഞ സാധനം. അതിപ്പോൾ വരയ്ക്കണ്ട, നിങ്ങളുടെ മനസ്സിലിടുന്ന 23,800 എന്ന് പറഞ്ഞ നമ്പറുണ്ട് കേട്ടോ, അത് മറന്നു പോകണ്ട. അപ്പോൾ നമുക്ക് ഇത്രയും ആയി, ഡേ വൈസിൽ നമുക്ക് ഇത്രയും ആയി. ഓക്കെ, നമുക്കിനി ഇൻട്രാഡേ നോക്കാം. 5 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് മാറാം. 5 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതാ നോക്കിയത് നമ്മുടെ ഈ സംഭവം. ഓക്കെ, ഇൻട്രാഡേ ഇനി എങ്ങനെയാണ് നമുക്ക് ആക്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇൻട്രാഡേ മാർക്കറ്റ് നാളെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ മുകളിലാണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്യുക 26,375 വരെയൊക്കെ ഉണ്ട് ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 26,204 അപ്പം ഇവിടെ ഈ 175 പോയിന്റ് ഇവിടുന്ന് ട്രാവൽ ചെയ്യണം. അപ്പോൾ നാളെ മാർക്കറ്റ് തിങ്കളാഴ്ച എത്രത്തോളം സ്ട്രെങ്ത് ആണെന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കാണുന്നുണ്ട്, ഇൻട്രാഡേ വൈസിലെ വരെയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചേക്കാം. ഇത് ഇരുന്നോട്ട്. ഓക്കെ, ഇത് നാളെ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ലൈനാണ് ഇത്. അപ്പോൾ നാളെ നമ്മൾ നോക്കുക, ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട് നോക്കുക. ഇത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട് നോക്കുക. ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഫ്ലാറ്റ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഈ വരെ ഇവിടെ കിടന്നോട്ടെ ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, നമുക്ക് എന്തായാലും പ്രധാനമായിട്ട് 200 എടുത്തിട്ട് ബ്രേക്ക് ചെയ്യണം. 200 എടുത്തിട്ട് ബ്രേക്ക് ചെയ്ത് പോയെങ്കിലേ ഒരു ഫർദർ മൂവ് ഉള്ളൂ. പിന്നെ നമുക്കിവിടെ റെസിസ്റ്റൻസ് ഉള്ളത് ഈ പറയുന്ന പ്രീവിയസ് ഹൈ ആണ്, ഈ പ്രീവിയസ് ഹൈ ഇത്. ഓക്കെ,
304.60. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനം ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഇത്രയും സാധനം ഈ പറയുന്ന ഇത് ഇവിടുന്ന് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം, അല്ല ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം, ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ തിരിച്ച് താഴെ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്, അല്ല ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്, അല്ല ഇതിന് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇത് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. പല സാഹചര്യങ്ങൾ നമ്മൾ അന്നേരത്തെ സാഹചര്യം പോലെയാണ്. അതിനുശേഷം മാർക്കറ്റ് പോകാനുള്ളത് ഈ പറയുന്ന ട്രെൻഡ് ലൈൻ വരെയാണ് മാക്സിമം പോകാനുള്ള സാധ്യത. പിന്നെ നമുക്കിനി ഇതിന് മുകളിലോട്ടൊരു ടാർഗറ്റ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കണക്കാക്കുന്നത് ഈ ഒരു ഹൈ, ഇവിടം വരെ ട്രാവൽ ചെയ്ത ഹൈ ഇല്ലേ, ഈ പ്രീവിയസ് ഹൈ തന്നെ ഇത്രയും ദൂരം മുകളിലോട്ട് പോകണം. അങ്ങനെയാണ് നമുക്ക് അത് അളന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു സപ്പോർട്ട് കൂടെ വരയ്ക്കാം. ഈ ഒരു സപ്പോർട്ട് ഇവിടെ നോട്ടെ, ഈ ഒരു സപ്പോർട്ട്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് ഇവിടം വരെ, ഇതാണ് പ്രീവിയസ് ഒരു ഹൈ, ഇവിടുന്ന് ഇവിടം വരെ ഈ ട്രെൻഡ് ലൈൻ വരെ ഏകദേശം 128 പോയിൻ്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ ലെവല് ഈ പറയുന്ന 278 പഴയ 278 ലൈനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഇവിടം വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതെൻ്റെ മാത്രം ഒരു അസംഷനാണ്. നാളെ ചുമ്മാ എന്നെ തെറി വിളിക്കില്ല, എൻ്റെ മാത്രം അസംഷനാണ്. മാർക്കറ്റ് ഇവിടെ ഇത്രയും ദൂരം വീണ്ടും സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ തൽക്കാലം 26,406 വരെ എത്തി ഇല്ലേ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങൾ നോക്കാം. എന്താ സംഭവിക്കുക നമുക്ക് നോക്കാമല്ലോ. 26,406 കടന്നു പോകുന്നെങ്കിൽ നമുക്ക് അന്നേരം വരയ്ക്കാം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ നിന്ന് വെച്ചാൽ മതി. ഓക്കെ, താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേ നമ്മൾ ലെവൽ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഒരു സപ്പോർട്ടുള്ളത് പറയാൻ, നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടെന്ന് പറയാൻ ഇതാണ് ഒരു സപ്പോർട്ട്. ഓക്കെ, ഇതാണ് നമുക്കുള്ളൊരു സപ്പോർട്ട്. ഓക്കെ, ഇതും കഴിയുവാണെങ്കിലോ നോക്കട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം ഇതാണ്. ഇത് പക്ഷേ ഞാൻ വരച്ചിട്ടേക്കാം. ഇൻട്രാഡേ അല്ലേ, ഇത് ചിലപ്പോൾ ആവശ്യം വരും. ഇത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് വര. ഓക്കെ, 26,011. പിന്നെ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വരയുണ്ട്. ഇത് കൃത്യമാണ്, ഈ വര കൃത്യമാണ്, ഈ വരയ്ക്ക് മാറ്റങ്ങളൊന്നുമില്ല, ഇതായിരിക്കും വര. ഓക്കെ, തൽക്കാലം ഇത്രയും മതി. 25,935. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നെ വരയ്ക്കാം. ഓക്കെ, ഒരു വരയോടെ വരച്ചേക്കാം. ഇനി അതിനൊരു വിഷമം വേണ്ട, ഈ ഒരു വരയോടെ വരച്ചേക്കാം. ഇപ്പം കുറേ പേരിന്ന് പറയുന്നുണ്ട്, ഇങ്ങേരെ എന്ത് ഈ കാണിക്കുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ച് വരയ്ക്കുന്നുണ്ടാ നിങ്ങൾക്ക് അങ്ങനെ ഒരു പുച്ഛ മനോഭാവം വരുന്നത് ശരിയല്ലേ? പോട്ടെ, നോ പ്രോബ്ലം, നമുക്കത് പ്രശ്നമില്ല. നമ്മുടെ കയ്യിലുള്ള വിദ്യ ആർക്കും തട്ടിപ്പറിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനും തട്ടിപ്പറിക്കാൻ പറ്റത്തില്ല. ബാക്കി എന്തും നിങ്ങളുടെ കയ്യിലുള്ള ധനമോ സ്വർണമോ ബാക്കിയൊക്കെ തട്ടിപ്പറിക്കാൻ പറ്റും. പക്ഷേ ഒരു മനുഷ്യൻ്റെ കയ്യിലുള്ള വിദ്യ വേറൊരുത്തനും തട്ടിപ്പറിക്കാൻ പറ്റുകയില്ല. അത്രമാത്രം. അതുകൊണ്ടാണ് വിദ്യ പഠിച്ചാലുള്ള ഗുണം. ഓക്കെ, അപ്പം എല്ലാം ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പം ഇതിൻ്റെ നിഫ്റ്റിയുടെ കാര്യം കഴിഞ്ഞു. നമുക്ക് അടുത്ത് ഇനി എന്താണ്, ബാക്കി ഒന്നും വരയ്ക്കാനില്ല. ബാക്കി വരയ്ക്കാനുള്ള സെൻസെക്സ് നമുക്ക് നോക്കാം. സെൻസെക്സിൽ വരയ്ക്കാനൊന്നുമില്ല. സെൻസെക്സിൽ ഓൾറെഡി പഴയ വരകൾ തന്നെ മതി. സെൻസെക്സിൽ വരയ്ക്കാൻ ഇല്ല, ഈ വരകൾ തന്നെ ഉള്ളൂ. കാരണം ഈ ഹൈ ഒന്നും ഞാനിത് കൺസിഡർ ചെയ്തിട്ടില്ല. ആ ഒരു രണ്ടാമത് പോയ ഹൈ ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ടെമ്പററി ലൈൻ ഇട്ടേക്കാം. ഇത്രയേ ഉള്ളൂ സെൻസെക്സിന്. അതിൽ ബാക്കി ലെവലുകളൊക്കെ നിങ്ങൾ ഇതൊക്കെ വരും. കാരണം ഞാൻ പറഞ്ഞു സെൻസെക്സ് എപ്പോഴും ഒരു 50 പോയിൻ്റ് അപ്പുറം ഇപ്പുറം നോക്കി മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യുക. കാരണം അത്രയ്ക്ക് വലിയ ഹൈ വോളറ്റാലിറ്റി ആണ്. ചെറിയൊരു ക്യാൻഡിൽ പോലെ 50 പോയിൻറ്റിൻ്റെ ക്യാൻഡിലുകളായിരിക്കും. ഓക്കെ, അതുകൊണ്ട് സെൻസെക്സ് നിങ്ങളിത് മാർക്ക് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ ഈ പഴയ ലൈനുകൾ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഫർദറായിട്ട് എങ്ങോട്ട് പോകുന്നു നോക്കുക. നമ്മൾ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈനാണ് ഏറ്റവും വലിയ പിന്നെ നമ്മുടെ മേജർ റെസിസ്റ്റൻസ്.
പിന്നെ നമ്മളുടെ സെൻസെക്സിന്. ഓക്കെ, ഇപ്പോൾ നിങ്ങളത് നോക്കി മാർക്ക് വെച്ചേക്കുക. നേരത്തെ ഉള്ള ലൈൻ തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അടുത്ത ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത് ഈ ട്രെൻഡ് ലൈനാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, ഞാൻ എൻ്റെ കയ്യിലാണെങ്കിൽ നിലവിൽ പിന്നെ ഒരു ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് ഒരു PE കണ്ടത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ മിക്കവാറും തിങ്കളാഴ്ച പണി തരുമെന്ന് തോന്നുന്നു. അത് പ്രശ്നമൊന്നുമില്ല, നമുക്കത് ഇപ്പോൾ ഒരു മാസം ഉണ്ടല്ലോ സമയം. അപ്പോൾ അത് ഇറങ്ങിപ്പോകാനൊക്കെയുള്ള അവസരം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മുകളിലോട്ട് നമുക്കൊരു അപ്സൈഡ് 60,000 ഒരു കടമ്പ, 60,000 നമുക്കൊരു സൈക്കോളജിക്കൽ സംഭവമായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു 60,000 നമുക്കൊരു മാർക്ക് ഇട്ട് വെച്ചേക്കാം. 60,000 ഓക്കെ, സൈക്കോളജിയാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു മേജർ റെസിസ്റ്റൻസ് ആണ് 60,000. ഓക്കെ, 60,000 മുകളിലോട്ട് മാർക്കറ്റ് പോയാൽ, 60,000 മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഫർദറായിട്ട് സഞ്ചരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്. അത് വരച്ചേക്കാമേ. ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, മാർക്കറ്റ് ഇനി ഇവിടുന്ന് പോകാനുള്ള സാധ്യത പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയും ദൂരം, ലാസ്റ്റ് ദിവസം സഞ്ചരിച്ച ഇത്രയും ദൂരം തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള, നമുക്ക് അത് നാളെ നോക്കാം. സമയം പോകുന്നേ, പക്ഷെ പഠിക്കാനുള്ളവർ പഠിക്കും. ഇതാണ് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടം വരെ പോയി അല്ലേ, ഏകദേശം 356 പോയിൻറ്റ്. അപ്പോൾ അത് അവിടുന്ന് നമുക്ക് ഈ പോയിൻറ്റിൽ നിന്ന് തന്നെ 356 പോയിൻറ്റ് ഇങ്ങോട്ട് വരയ്ക്കും. അപ്പം ഏകദേശം ഓക്കെ, അടുത്തൊരു ബാങ്ക് നിഫ്റ്റിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കറക്റ്റ് 60 എന്ത് കറക്റ്റ് 60,250 കൃത്യമായിട്ട് ആ വരെ അവിടെ എത്തും. 60,250 അടുത്ത നെക്സ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. തൽക്കാലം ബാങ്ക് നിഫ്റ്റി അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിനകത്ത് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. കാരണം നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ മിഡ് ക്യാപ്പിനകത്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായാൽ നല്ല ഫോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം മിഡ് ക്യാപ്പിൽ ഒരു മൂവ്മെൻറ്റും നടന്നില്ല. നിഫ്റ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ 10, 50, 100 പോയിൻ്റൊക്കെ പോയിട്ടും മിഡ് ക്യാപ്പ് കിടന്ന് ആടിക്കളിക്കുകയാണ്. കാരണം ടോപ്പിൽ 14,000 ടച്ച് ചെയ്ത് നിൽക്കുകയാണ്, ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകത്തിലുള്ള എല്ലാ സ്റ്റോക്കും ഓൾ ടൈം ഹൈ ആണ്. BSE എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2000 റേഞ്ചിൽ നിന്നാണ് 2,900 വരെ വന്നത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലും ഉണ്ടായിട്ടില്ല. ഓക്കെ, അതൊരു പ്രശ്നം. ഹീറോ മോട്ടോകോപ്പ് അത്യുന്നത പരകോടി നിൽക്കുകയാണ്. ഹീറോ മോട്ടോ ഒരു ദിവസം പോലും താഴോട്ട് വീഴുന്നില്ല. പിന്നെ അതിൽ നെഗറ്റീവായിട്ടുള്ള ഡിക്സൺ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ HDFC AMCയും ഒരുവിധം നല്ലപോലെ നിൽക്കുകയാണ്. കോഫോർജ്, കൊമിൻസ്, പേഴ്സണൽസിലൊക്കെ നല്ല വൃത്തിയായിട്ട് മുകളിലോട്ട് കയറി നിൽക്കുകയാണ്. അപ്പം ഏത് നിമിഷവും ഇതിനകത്തെങ്ങാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് നേരെ താഴെ പോരും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യണം. മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ ഒരു 13,956 ഇതിൻ്റെ മേജർ സപ്പോർട്ട്. ഓക്കെ, ഇല്ല 14,096 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 14,250 നമ്മൾ കാണും. പിന്നെ ഫർദറായിട്ട് മുകളിലോട്ട് വരച്ചിട്ടില്ല, വരട്ടെ, അന്നേരം വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വരയ്ക്കാം. ഓക്കെ, എന്തായാലും 200 പോയിൻ്റ് കൊണ്ട് ഇവിടുന്ന് ഇവിടം വരെ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത്. അപ്പം സമയം 35 മിനിറ്റായി. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു കാര്യം, നിങ്ങൾ പോവല്ലേ മാർക്കറ്റിനെ ഇപ്പം മുകളിലോട്ട് നയിക്കുന്നത് നമുക്ക് 1-2 സ്റ്റോക്ക് കൂടെ അനലൈസ് ചെയ്യാം. ഹെവി വെയിറ്റ് സ്റ്റോക്ക് റിലയൻസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും 10-15 പോയിൻറ്റിന് മുകളിൽ പോയായിരുന്നു. പക്ഷേ റിലയൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, ഒരു പക്ഷെങ്കിൽ 15,572 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മുകളിലോട്ട് പോയാൽ 1,609 ആയിരിക്കും റിലയൻസിൻ്റെ റെസിസ്റ്റൻസ്. ഓൾ ടൈം ഹൈ ആണ് റിലയൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റിലയൻസിനെ ഒന്ന് സൂക്ഷിച്ചോളുക. HDFCയും ICICIയും ഇവർക്ക് രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ വെയിറ്റേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഔട്ട്ഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. HDFCക്കകത്ത് നിന്നും ICICക്കകത്ത് നിന്നും
ആൾക്കാർ നിർബന്ധമായിട്ട് എക്സിറ്റ് ചെയ്യണം. അവരുടെ വെയിറ്റേജ് ഇപ്പോൾ 27% കൊണ്ടാണ് HDFC നിഫ്റ്റിയുടെ വെയിറ്റേജ്. അത് 20% കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ 7% കുറയ്ക്കുക എന്ന് വെച്ചാൽ ചില്ലറ കളിയല്ല. അപ്പം എങ്ങനെയാണിത് മാനേജ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അപ്പം വരും ദിവസങ്ങളിൽ അപ്സൈഡ് ലിമിറ്റഡാണ്. HDFCക്കും ICICIക്കും അപ്സൈഡ് ലിമിറ്റഡാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. HDFC ആയാലും റിലയൻസിലായാലും എപ്പോഴാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് മാത്രം ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുക. കാരണം ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. 1390 റേഞ്ചിലാണ് ഇപ്പം നിലവിൽ ICICI നിൽക്കുന്നത്. പക്ഷേ SBI പറക്കുന്നുണ്ട്. എന്താ കാര്യം? ഇവിടുന്ന് രണ്ടിടത്തും HDFCന്നും ICICIന്നും വരുന്ന ഔട്ട്ഫ്ലോ ഉണ്ടല്ലോ, ആ ഔട്ട്ഫ്ലോ കയറുന്നത് മുഴുവൻ SBIയിലായിരിക്കും. കാരണം ബാങ്ക് നിഫ്റ്റിയിലെ മൂന്നാമത്തെ സ്റ്റോക്ക് SBIനാണ്. ഇവർക്ക് മാർക്കറ്റ് ക്യാപ്പ് ഇത് കുറവാണ്, വെയിറ്റേജ് കുറവാണ്, 12% അങ്ങനെ ഓർക്കുന്നില്ല കറക്റ്റ് എത്രയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുള്ള ആ വെയിറ്റേജ് ഇവിടെ കയറാനുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ് ഈ SBI പൊട്ടാതെ പിന്നെയും ഈ 750 നിന്ന് 979 വരെ വന്ന് 1000 അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ സ്റ്റോക്കുകളെല്ലാം റിലയൻസിന് HDFC ICICI നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ ഇൻഫീം TCSും ഓക്കെ, ഇൻഫീം TCS ഇങ്ങനെ ഞെരങ്ങി നിൽക്കുകയാണ്. ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ഊർജ്ജം വരണം എന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ എന്തെങ്കിലും സംഭവം കിട്ടണം. കാരണം അമേരിക്കയിൽ ഇപ്പോഴും H1B വിസയുടെ പ്രശ്നം പിന്നെയും കൊടുമ്പിരി കൊണ്ടേക്കുവാണ്. ഇപ്പം വീണ്ടും ട്രംപ് പറഞ്ഞിട്ടുണ്ട് TCN വെച്ചാൽ തേർഡ് കൺട്രി നാഷണൽസിൻ്റെ ഗ്രീൻ കാർഡ് വരെ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ചെന്നൈയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ആവശ്യമില്ല വിസ ഇഷ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ത്യയെ ശരിക്കും ബാധിക്കുന്ന കേസുകെട്ടുകളാണ്. അപ്പോൾ അതൊക്കെ ഈ സ്റ്റോക്കുകളെയും ബാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, മനസ്സിലിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവവാസങ്ങളുണ്ടെന്നുള്ള കാര്യം. H1B വിസയ്ക്ക് പിന്നെ അവർ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഇൻറ്റേർണലി പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ IT മേഖലയെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. അപ്പം നാളെ തിങ്കളാഴ്ച സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ചൊവ്വാഴ്ച എക്സ്പയറി ആണ്. നാളെ ഗ്യാപ്പ് ആണെങ്കിൽ ആ ഗ്യാപ്പ് നിലനിൽക്കുമോ നോക്കുക. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഓക്കെ, അപ്പം തിങ്കളാഴ്ച പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുക, കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം എല്ലാവർക്കും തിങ്കളാഴ്ച ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.